നോട്ടം റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മൂന്ന് ചിത്രങ്ങളാണ് ഇന്ന് നമുക്ക് മുന്നിൽ എത്തുന്നത്. ആദ്യമായി കള്ളനും പോലീസും എന്ന ചിത്രം സംവിധാനം ചെയ്ത ടോം ജേക്കബിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹർ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ വിപിൻ ഭാസ്കറിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒറ്റ നോട്ടത്തിൽ എന്റെ നാടിന്റെ നേട്ടം എന്ന ചിത്രം സംവിധാനം ചെയ്തത് സോളമനും ഷാബുരാജും ചേർന്നാണ്. വേദിയിലേക്ക് ഷാബുരാജിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ആദ്യമായി നാം കാണാൻ പോകുന്നത് ടോം ജേക്കബ് സംവിധാനം ചെയ്ത കള്ളനും പോലീസും എന്ന ഷോർട്ട് ഫിലിമാണ്. ഈ ചിത്രത്തെക്കുറിച്ച് സംവിധായകൻ എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം. മലയാള പത്രങ്ങളിലൂടെ നോട്ടം എന്ന ഫെസ്റ്റിവലിനെ കുറിച്ച് ഞാൻ അറിയുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി. നാടിൻ്റെ വികസനം നാട്ടുകാരറിയണം. ആ ഒരു സത്യം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എൻ്റെ ചില സമയങ്ങൾ അതിനുവേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. കള്ളനെയും പോലീസിനെ അറിയാത്തവരാരുമില്ല. കേരളത്തിൽ എല്ലാവർക്കും അറിയാം, കള്ളനെ അറിയാം, പോലീസിനെ അറിയാം. അവരിൽ കൂടി രസകരമായ രീതിയിൽ കഴിയുന്നിടത്തോളം ആ വികസനം പറയാൻ പറ്റുന്നെങ്കിൽ മാക്സിമം വികസനം പറയുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് വികസന പദ്ധതികളെ കുറിച്ച് മെൻഷൻ ചെയ്തു പോകുന്ന കള്ളനും പോലീസും എന്നുള്ള ചിത്രത്തിലേക്കാണ് നമ്മൾ ഇനി കിടക്കാൻ പോകുന്നത്. ശ്രീ ടോം ജേക്കബ് സംവിധാനം ചെയ്ത കള്ളനും പോലീസും എന്ന ഷോർട്ട് ഫിലിമിലേക്ക്. പിന്നെ ഞാൻ നിക്കൂല. അയ്യോ എന്തിനാടാ നീ പരവുള്ളിറങ്ങി ഇത്രയും നാൾ മുങ്ങി നടന്നത്? അതുകൊണ്ട് എനിക്കുണ്ടായ കഷ്ടപ്പാടുകൾ എത്രാന്ന് നിനക്കറിയാമോ? വന്നിട്ട് തിരിച്ചു പോവാൻ തോന്നുന്നില്ല സാറേ. ഞാൻ ജയിലിൽ പോയപ്പോഴത്തെ നാടാണോ ഇത്? 1 രൂപയ്ക്ക് 1 കിലോ അരി, അത് 25 കിലോ വരെ കിട്ടും. എന്നാ പിന്നെ അങ്ങ് നന്നായി സാറേ, നന്നായി. എല്ലാവരും നന്നായി. എന്റെ മോക്കെ 22 വയസ്സ് വരെ വിദ്യാഭ്യാസം സൗജന്യം. അതൊക്കെ ഞാൻ ഇന്നാളല്ലേ അറിഞ്ഞത്. സാറ് കേക്കണം, പണ്ടൊക്കെ എന്റെ വീട്ടിലോട്ട് പോവാൻ ഒരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പം പ്രധാനമന്ത്രിയുടെ സടക്ക് യോജനയോ അങ്ങനെ ഏതാണ്ടിലോ പെടുത്തി നല്ല 1-ാം തരം റോഡാ എന്റെ വീട് മുറ്റത്തൂടെ പോകുന്നത്. അതിന് നിനക്ക് സ്വന്തമായിട്ട് വീടുണ്ടോടാ? ഉണ്ടായി സാറേ, ഉണ്ടായി. പുറമ്പോക്കായിരുന്നല്ലോ, അത് പതിച്ചു കിട്ടി. വീടില്ലാത്തവർക്ക് വീട് വെക്കുന്നതിനുള്ള ധനസഹായവും കിട്ടി. ഓഹോ, വീടില്ലാത്തത് കൊണ്ടാണല്ലോ ഞാൻ ഈ ജയിലിൽ കിടന്നത്. ഞാനൊന്ന് മാറി നിന്നപ്പോ വീട്ടുകാർക്ക് വീടുമായി. അവർക്കൊക്കെ ഇപ്പൊ എന്നെ എന്താ കാര്യം അറിയോ? എന്നാലും ജീവിക്കാൻ തൊഴിൽ വേണ്ടടാ. ഉണ്ടല്ലോ. ഞാനിപ്പോ കുറെ നാള് വീട്ടിലോട്ട് ചെന്നില്ലേലും പെണ്ണുമ്പിള്ളയുടെ കാര്യങ്ങളൊക്കെ നടക്കും. അതെങ്ങനെ? അവൾക്ക് കുടുംബശ്രീയുടെ തൊഴിലുറപ്പുണ്ട് സാറേ. പിന്നെ അച്ഛന് ക്യാൻസർ ആയിരുന്നല്ലോ, അതൊക്കെയല്ലേ ഞാൻ ഇവിടെ നിന്ന് മാറി നിന്നത്. എന്റെ സാറേ, ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ മുഖ്യമന്ത്രി സാറേ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ. കാരുണ്യ ലോട്ടറി ഇല്ലേ, കാരുണ്യ. ക്യാൻസർ ആണെന്നും പറഞ്ഞ് പെണ്ണുമ്പിള്ള ഒരു അപേക്ഷ എഴുതി കൊടുത്തപ്പോ എത്ര കാശാ വീട്ടിൽ കിട്ടിയെന്നറിയോ? അതുകൊണ്ടെന്താ, അച്ഛൻ പയറ് മണി പോലല്ലേ ഓടി നടക്കുന്നത്. ഇപ്പൊ സാറിന് എന്നെ അഴിച്ചുവിടാൻ തോന്നുന്നുണ്ടല്ലേ? അയ്യോ സാറേ, എന്തുവാ ഇത്? എന്റെ സാറേ, പോന്ന പോക്ക് കണ്ട? പണ്ട് എന്റെ നാട്ടിൽ ആനവണ്ടി പോയിരുന്ന സ്ഥാനത്താ ഇപ്പൊ ഓൾവോ വണ്ടി. പിന്നെ അതിനകത്തൊന്നു കേറണം, കുളുകുളാന്നുള്ള തണുപ്പാ. പിന്നെ ഞാൻ എങ്ങനെ സാറിന്റെ കൂടെ വരും? സാറൊന്നു പറ. പിന്നെ കൊച്ചിയിലെ മെട്രോ, എന്റെ കൊച്ചച്ഛന്റെ മോൻ അതിന് പണിയും കിട്ടി. പിന്നെ ആകാശ കാറ് വരുന്നു, സ്മാർട്ട് സിറ്റി വരുന്നു, ജോലി വരുന്ന വഴി കണ്ടോ സാറേ? ആൾക്കാർ കേൾക്കുന്നു. പിന്നെ ഇവിടുത്തെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യമല്ലേ? ശരി ഇങ്ങോട്ട് നടക്കടാ. ഇങ്ങോട്ട് ജയിലിൽ ഇപ്പൊ നല്ല സൗകര്യമാ. ചപ്പാത്തി ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന കാരണം നാട്ടുകാർക്ക് നല്ല ഭക്ഷണവും കിട്ടും. നിനക്കൊക്കെ നല്ല സമ്പാദ്യവും. എന്റെ കയ്യിലിരിപ്പ് കാരണം പരോള് കിട്ടാൻ അല്പം താമസിച്ചു. പിന്നെ വീട്ടിൽ ചെന്നപ്പോഴല്ലേ കാര്യം അറിയുന്നത്. ഞങ്ങളുടെ റേഷൻ കാർഡ് BPL ആക്കി. മോളുടെ കല്യാണത്തിന് വിവാഹ ധനസഹായം കിട്ടി. തെങ്ങീന്ന് വീണ നട്ടിലൊടിഞ്ഞ കൊച്ചേട്ടന് ധനസഹായവും പെൻഷനും അവസാനം 3 വീലറും കിട്ടി. മനുഷ്യരായ നന്ദി വേണം സാറേ, നന്ദി. അപ്പം ശരീരം അനങ്ങാതെ വല്ലതും തിന്നോണ്ടിരുന്നാ മതിയല്ലോ. ആര് ചുമ്മാതിരിക്കുന്നു? ആട് ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി എത്ര ആടിനെ കിട്ടിയെന്നറിയോ? ഞങ്ങളെ ഇപ്പൊ ആട് കൃഷി നടത്തുകയാ. അയ്യോ, വെറുതെ ഇരുന്ന് തിന്നാനേ. ഞാൻ കള്ളനൊന്നും അല്ല.
കണ്ടോ സാറേ, ഇത് നമ്മുടെ നാട്ടിൽ നാഷണൽ ഗെയിംസ് നടന്ന സ്ഥല. ഇതുണ്ടല്ലോ ലോകത്തിലെ ഭയങ്കര സ്റ്റേഡിയം എന്നാ പറയുന്നത്. ആ, നീ പറഞ്ഞത് നേരാ. ഏഷ്യയിലെ വലിയ സ്റ്റേഡിയങ്ങളിൽ ഒന്നാ. കേരളത്തിന്റെ സ്പോർട്സ് മേഖല ഒറ്റ നാഷണൽ ഗെയിംസ് കൊണ്ട് ലോക പ്രസിദ്ധി നേടി. എന്താടാ സാറേ, എന്തായാലും സാറിനെ ഹാജരാക്കും. പിന്നെ എന്റെ കാര്യം നിയമം തീരുമാനിക്കും. അതെ, അതിനു മുമ്പ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഭഗവാനേ, എത്ര സുന്ദരമായ കാലം. തെറ്റ് ചെയ്യാൻ തോന്നിയത് നിവൃത്തിയില്ലാത്ത കാലത്തായിരുന്നു. എന്നോട് പൊറുക്കണം. ഈ സാറിന്റെ സർവീസിനൊരു തടസ്സവും വരുത്തരുതേ. പറ്റുമെങ്കിൽ സാറിനെ തണ്ടർബോൾട്ട് സംവിധാനത്തിൽ എടുക്കണം. മഹാബലി തമ്പുരാന്റേത് പോലുള്ള നന്മ നിറഞ്ഞ ഭരണകാലങ്ങൾ നീണാൽ വാഴട്ടെ. ശ്രീ ടോം ജേക്കബ് സംവിധാനം ചെയ്ത കള്ളനും പോലീസും എന്ന ഷോർട്ട് ഫിലിമാണ് നാം ഇപ്പോൾ കണ്ടത്. നന്മ നിറഞ്ഞ കാലം നീനാൾ വാഴട്ടെ, അല്ലേ സർ? അതെ, തീർച്ചയായിട്ടും. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചു. എന്തായാലും ഈ ഒരു ചിത്രത്തെ കുറിച്ച് നമ്മളുടെ ജൂറി എന്താണ് പറയുന്നതെന്ന് കേൾക്കാം. തീർച്ചയായിട്ടും. ഹായ് ടോം. ടോമിൻ്റെ കള്ളനും പോലീസും എന്നുള്ള ഹ്രസ്വചിത്രം കണ്ടു. എൻ്റെ ഒരു സംശയം, ഇതൊരു ഡോക്യുമെൻ്ററി ആണോ, ഫിക്ഷൻ ആണോ, അതേ ഒരു പ്രൊപ്പഗൻഡയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കിറ്റാണോ എന്നുള്ളത്, ഏത് വിഭാഗത്തിൽ ആണെന്നുള്ളതാണ് ഒരു സംശയം. അതെന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഫോർമാറ്റ് സ്വീകരിച്ചത്? സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ ബിഗിനിങ്ങിലുള്ള കുറച്ച് ഷോട്ടുകൾ, കള്ളനെ പോലീസ് പിടിക്കുന്ന ആ ഒരു സീക്വൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓഡിയോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. വിഷ്വൽസ് ഇല്ലെങ്കിലും സംഭവങ്ങൾ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷ്വൽസിന് യാതൊരുവിധ പ്രാധാന്യം ഇല്ലാണ്ടായിപ്പോയി. എന്തുകൊണ്ടാണ് അത് പറ്റിയത്? എനിക്ക് തോന്നുന്നു ഒരുപാട് പദ്ധതികളെക്കുറിച്ച് പറയുന്നതിന് പകരം ഒരു പ്രത്യേക വികസന പദ്ധതിയെ ലക്ഷ്യമാക്കി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ മികച്ചതാകുമായിരുന്നു ടോമിൻ്റെ ഈ ഹ്രസ്വചിത്രം. ടോം ജേക്കബ് സംവിധാനം ചെയ്ത കള്ളനും പോലീസും എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ജൂറി കമന്റ്സ് ആണ് നാം ഇപ്പോൾ കേട്ടത്. നോട്ടം എന്നുള്ള ഈ ഒരു റിയാലിറ്റി ഷോയിൽ നോട്ടം അല്ലെങ്കിൽ കാഴ്ചയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ലഭിച്ചു എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ സാറ് മെൻഷൻ ചെയ്തത്. ഇതിലെ വിഷ്വൽസിന്റെ സെലക്ഷനെ കുറിച്ച്, അല്ലെങ്കിൽ ഒരുപാട് വാചകങ്ങൾ വന്നുപോയി, ഒരു ഡ്രമാറ്റിക് ലെവലിലേക്ക്, ഒരു സ്കിറ്റ് രൂപത്തിലേക്ക് അത് മാറിപ്പോയോ എന്നുള്ളൊരു സംശയമാണ് സാറ് പറഞ്ഞത്. ഇതിനെക്കുറിച്ച് എന്ത് കമന്റ്സ് ആണ്? വികസനമാണ് അജണ്ട. വികസനം, പ്രാദേശിക വികസനങ്ങൾ അവതരിപ്പിക്കുക. അപ്പം മാക്സിമം വികസനം ജനഹൃദയങ്ങളിലേക്ക് എത്താൻ ഒരു മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. ഇതൊരു ഡോക്കോ ഫീച്ചർ എന്ന രീതിയിൽ തന്നെ ഡയലോഗിൽ കൂടി തന്നെ ഇത്രയും 21 വികസനങ്ങളും പറഞ്ഞ്, അപ്പോൾ ഇത്രയും വികസനങ്ങൾ നടന്നിട്ടുണ്ടോ? അയാളും അയാളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട വികസനങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇത്രയും വികസനം പറയാൻ ഞാൻ 3 മിനിറ്റ് 59 സെക്കൻഡ് ഉപയോഗിച്ചു. മാക്സിമം വികസനം ജനഹൃദയങ്ങളിലേക്ക് എത്താൻ ഒരു മാർഗമായിട്ടാണ് ഞാൻ ഇതിനെ കണ്ടത്. ശ്രീ ടോം ജേക്കബ് സംവിധാനം ചെയ്ത കള്ളനും പോലീസും എന്ന ഹ്രസ്വചിത്രം നമ്മൾ കണ്ടു. അതിനെ തുടർന്നുള്ള ഡിസ്കഷനും നമ്മൾ കേട്ടു. ഒരിടവേളയ്ക്ക് ശേഷം ഇനി നാം കാണാൻ പോകുന്നത് വിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത ബഹർ എന്ന ഷോർട്ട് ഫിലിമാണ്. IAS പഠിത്തക്കാരൻ എത്തിയല്ലോ. നീ ഇത് വായിക്കാറുണ്ടോ? കേരള കോളിംഗ് ഇതൊരു PRD പ്രസിദ്ധീകരണമല്ലേ? കേരള കോളിംഗ് വായിച്ചാലേ കേരളത്തെക്കുറിച്ചും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ പറ്റിയും അറിയാൻ കഴിയും. സമകാലിക സംഭവങ്ങൾ അറിയാനും കേരള കോളിംഗ് വായിക്കണം. കേരള കോളിംഗ്, അറിവിന്റെ ആധികാരികത. വാർഷിക വരിസംഖ്യ 120 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ഇൻഫർമേഷൻ ഓഫീസുമായി ബന്ധപ്പെടുക. നോട്ടത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇനി നാം കാണാൻ പോകുന്നത് വിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത ബഹർ എന്ന ഷോർട്ട് ഫിലിമാണ്. ബഹറിനെ കുറിച്ച് വിപിൻ എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വിപിനിൽ നിന്ന് തന്നെ നമുക്കറിയാം. ഹായ്, ഞാൻ മലപ്പുറത്തെ ജംസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മൾട്ടിമീഡിയ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയാണ്. ഈ ഷോർട്ട് ഫിലിമിനെ കുറിച്ച്, കോൺടെസ്റ്റിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ആദ്യം തോന്നിയത് ഞങ്ങൾ മലപ്പുറത്തെ എന്തെങ്കിലും ഒരു വികസനം തന്നെ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ആലോചിച്ചു. പിന്നെ പ്രാദേശിക വികസനം എന്നുള്ളൊരു ആ ഒരു വേർഡ് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ പൊന്നാനിയിലെ വരാൻ പോകുന്ന വാണിജ്യ തുറമുഖത്തെ
അടിസ്ഥാനമാക്കിയാണ് ഈ ഷോർട്ട് ഫിലിം എടുത്തിട്ടുള്ളത്. വിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത ബഹർ എന്ന ഷോർട്ട് ഫിലിമിലേക്ക്. നിങ്ങളൊക്കെ സ്വപ്നം കാണാറുണ്ടോ? നിങ്ങൾ കാണുന്ന സ്വപ്നത്തിന്റെ നിറം എന്താ? പച്ച, ചുവപ്പ്, നീല, മഞ്ഞ, വെള്ള. ഞാൻ കാണുന്ന സ്വപ്നത്തിന് ആകെ ഒറ്റ നിറേ ഉള്ളൂ. സങ്കടം വരുന്നത് ഈ തിരകൾ പോലെയാണ്. ഒന്നിന് പിന്നാലെ ഒന്ന്, അതിനു പിന്നിൽ വേറെ ഒന്ന്. ഞാനിതുവരെ എൻ്റെ ഉപ്പാനെ കണ്ടിട്ടില്ല. എൻ്റെ ഉപ്പ മരിച്ചു പോയെന്നാണ് സ്കൂളിലെ നസീർ പറയുന്നത്. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു എൻ്റെ ഉപ്പ ഈ കടപ്പുറത്ത് പണിയിലായിട്ട് ഗൾഫിൽ പോയതാണ്. പിന്നെ ഞാനെന്തിനു നസീർ പറയുന്നത് വിശ്വസിക്കേണ്ടത്? ഈ നീലവെള്ളത്തിൻ്റെ അക്കര ഉപ്പുകാട്ടുണ്ടാക്കണ ആ മാജിക്കാരൻ്റെ അപ്പുറത്ത് രാത്രി റാന്തലുമായി ചുറ്റണ ചെറിയ തോണികൾക്കൊന്നും എത്താത്ത സ്ഥലത്താണ് എൻ്റെ ഉപ്പ. നേരെ ഇരുട്ടുമ്പോൾ സൂര്യൻ മുങ്ങിക്കുളിക്കണ ആ കടവില്ലേ, അതിലൂടെ എൻ്റെ ഉപ്പാൻ്റെ കപ്പൽ വരിക. ഒത്തിരി കിനാക്കളായി. ഈ പൊന്നാനി കടപ്പുറത്തെത്തുന്ന ആദ്യത്തെ കപ്പലിൽ എൻ്റെ ഉപ്പച്ചി ഉണ്ടാവും. വിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത ബഹർ എന്ന ഹ്രസ്വചിത്രമാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത്. വിപിൻ, ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ചുറ്റിപ്പറ്റി നിൽക്കുന്ന മനോഹരമായ ഒരു ഷോർട്ട് ഫിലിം. ഈ ചിത്രത്തെക്കുറിച്ച് നമ്മളുടെ ജൂറിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ഹായ് വിപിൻ, കൺഗ്രാറ്റ്സ്. എനിക്ക് ബഹർ എന്ന ചിത്രം വളരെ ഇഷ്ടമായി. പ്രത്യേകിച്ച് എൻ്റെ ട്രീറ്റ്മെൻറ്റ് ആസ്വാദന തലത്തിലും അതിൻ്റെ പ്രമേയത്തിലുമൊക്കെ നല്ല മികവ് പുലർത്തി. നല്ല മ്യൂസിക്, നല്ല കാസ്റ്റിംഗ്, നല്ല ലൊക്കേഷൻ, നല്ല രീതിയിൽ കഥ പറഞ്ഞിരിക്കുന്നു. വളരെ ടച്ചിങ് ആയിട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ച് പൊന്നാനി കടപ്പുറത്തൊരു പോർട്ട് വരുന്നതും വിഴിഞ്ഞത്ത് തുറമുഖം വരുന്നതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയതാണ് എൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. എ വെരി ഗുഡ് മൂവി.
വെരി ഗുഡ് ഷോർട്ട് ഫിലിം. വിപിൻ ഭാസ്കർ സംവിധാനം ചെയ്ത ബഹർ എന്ന ഹ്രസ്വചിത്രത്തെക്കുറിച്ചുള്ള ജൂറി കമന്റ്സ് ആണ് നാം ഇപ്പോൾ കേട്ടത്. വിപിൻ സാറ് പറഞ്ഞതുപോലെ എല്ലാ രീതിയിലും മികവ് പുലർത്തുന്ന ഒരു ഷോർട്ട് ഫിലിം, അതിമനോഹരമായ ഒരു കഥ, അതിൻ്റെ രസകരമായ ട്രീറ്റ്മെന്റ്, ആ കുട്ടിയിലൂടെ അത് പറയാൻ സാധിച്ചിരിക്കുന്നു. ഈ കുട്ടിയിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? കുട്ടിയുടെ കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ആദ്യം ഒരു കാസ്റ്റ് ചെയ്തിരുന്നൊരു പെൺകുട്ടിയാണ് വിചാരിച്ചിരുന്നത്. അപ്പോൾ സമയത്തൊന്നും ആ കുട്ടിയെ കിട്ടിയില്ല. പിന്നെ പറയാനുള്ളത്, ഇതിൻ്റെ കഥ ഇതാക്കിയത് അനീബ് അസീബ്, എൻ്റെ ഫ്രണ്ട് തന്നെ അനീബ് അസീബ്, അവരാണ് കഥ ഇതാക്കിയത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് ഡെവലപ്പ് ചെയ്തെടുത്തു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ മറ്റൊരു കാര്യം അതിൻ്റെ ശബ്ദമാണ്. ആ ശബ്ദം നൽകിയതും ഡയലോഗ്സ് ആണോ ഉദ്ദേശിച്ചത്? ഡയലോഗ്സ് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഹഫിലുദ്ദീൻ, അവൻ്റെ റിലേറ്റീവ് ഒരു കുട്ടിയാണ് ചെയ്തത്. ഡയലോഗ്സ് ഞങ്ങളപ്പോൾ ആ വിഷ്വലൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പ്ലാൻ ചെയ്ത് എഴുതി അവിടെ നിന്ന് തന്നെ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത് ചെയ്തതാണ്. ആദ്യം ഒരു സ്റ്റുഡിയോ എന്നൊക്കെ ചെയ്യണമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു ഫോണുണ്ട്, അങ്ങനെ ഫോണിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ബെറ്റർ ആണെന്ന് തോന്നി. അപ്പോൾ അത് തന്നെ ഫിക്സ് ചെയ്തു. വികസനം എന്നുള്ള ഒരു വാക്കിന് പിന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ഓരോ കുടുംബവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നാട് വികസിക്കുന്നു എന്ന് പറയുന്നത് ഓരോ വ്യക്തി വികസനമാണ്. ഓരോ കുടുംബവും വികസിക്കുന്നു, ഓരോ കുടുംബങ്ങളിലും സന്തോഷം എത്തുന്നു. അത് കൃത്യമായിട്ട് വിപിന് ഈ ഒരു ചിത്രത്തിലൂടെ കൺവേ ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഓഡിയൻസിന് ഈ ചിത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്ന് അന്വേഷിക്കാം. എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ആദ്യം പറയാണ്. കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു കൊച്ചു പയ്യൻ, പക്ഷേ സിനിമയുടെ വലിയ സാഗരം ഹൃദയത്തിൽ ഒതുക്കിയിട്ടുള്ള ഒരു വലിയ മനുഷ്യനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നിയതിന് കാരണം ഇന്ന് 2-3 സിനിമകൾ ഇപ്പോൾ കണ്ടപ്പം ഈ കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ട് നാം നന്നായി സിനിമ ചിന്തിക്കുന്നുള്ള വലിയൊരു ഡെവലപ്മെൻറ്റാണ്. ഏതായാലും എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ള ഈ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ്, ഇതിനകത്ത് ഉപയോഗിച്ചൊരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ചു ഒന്നാണ്. അത് നേരത്തെ കൃത്യമായി ഒരു പ്ലാൻ ചെയ്ത് കൃത്യമായ അടുക്കും ചിട്ടയോടെ ശ്രദ്ധാപൂർവം ചെയ്ത ഒന്ന് തന്നെയാണോ, അതോ വരുന്ന വഴിക്ക് എടുത്തു പോയതാണോ? അന്ന് മറ്റുള്ളവർക്ക് അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ ക്യാമറ ചെയ്ത ആളുടെ കഴിവാണ് എന്ന് പറയാം, സുഫാൻ്റെ. ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു, കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പിന്നെ പറഞ്ഞ പോലെ വഴിക്കൊക്കെ കുറച്ച് ഷോർട്സുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ ഒരു കോളേജിൽ നിന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഈ ഷോട്ടുകൾ ഈ ഇതൊക്കെ ഉണ്ടാവണം എന്ന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. അത്ര വലിയ പ്ലാനിങ്ങുകളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. അവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെ ഷോട്ട് എടുത്താൽ നന്നാവും എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അവിടുന്ന് കുറച്ച് പ്ലാൻ ചെയ്ത് അവിടുന്ന് കൂടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കി. വിപിൻ എല്ലാ ചേരുവകളും വളരെ ഭംഗിയായി സമ്മേളിച്ചൊരു മനോഹരമായുള്ള ഒരു ഷോർട്ട് ഫിലിം. എല്ലാ ഫ്യൂച്ചർ പ്രോജക്ട്സിനും എല്ലാ വിഷസും നേരുന്നു. സോളമനും ഷാബുരാജും ചേർന്നൊരുക്കിയ ഒറ്റ നോട്ടത്തിൽ എൻ്റെ നാടിൻ്റെ നേട്ടം എന്ന ഹ്രസ്വചിത്രമാണ് ഇനി നാം കാണാൻ പോകുന്നത്. സംവിധായകന്റെ വാക്കിലൂടെ ഈ ചിത്രത്തെക്കുറിച്ച് നമുക്കറിയാം. ഞങ്ങൾ ഈ ഫിലിം ചെയ്യുന്നത് പത്രത്തിൽ ഇതിൻ്റെ ഈ പരസ്യം കണ്ടിട്ട് സോളമൻ എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പത്രത്തിലൊരു പരസ്യമുണ്ട്, നമുക്ക് ആ സംരംഭം നമുക്കൊന്ന് പങ്കെടുത്താലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ ചെറിയ ചെറിയ പരസ്യ ചിത്രങ്ങൾ ചെയ്തിട്ടുള്ളൊരു പരിചയം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ചെയ്യാമെന്ന് ഞങ്ങളൊരു സ്ക്രിപ്റ്റൊക്കെ തയ്യാറാക്കി അത് ചെയ്യാനുള്ള സമയത്തോടടുത്ത് വന്നപ്പോൾ തിരഞ്ഞെടുപ്പ് പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരികയും അതിൽ ഞാനൊരു മത്സരാർത്ഥിയായിട്ട് കയറുകയും ചെയ്തപ്പോൾ അതിൻ്റെ സജീവമായിട്ട് അത് ചെയ്യാനുള്ള ഒരു സമയം ഞങ്ങൾക്ക് ലഭിക്കാതെ വരികയും, എന്നാൽ അത് ചെയ്യണം, ഇതിനകത്ത് പങ്കെടുക്കണമെന്നുള്ള ഞങ്ങളുടെ താല്പര്യം കൊണ്ട് പെട്ടെന്ന് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യണം എന്നുള്ള നിർബന്ധത്തിന് വഴങ്ങി ഞങ്ങൾ ചെയ്തതാണ്. ഷാബുരാജും സോളമനും ചേർന്നൊരുക്കിയ ഒറ്റ നോട്ടത്തിൽ എൻ്റെ നാടിൻ്റെ നേട്ടം എന്ന ഷോർട്ട് ഫിലിമിലേക്ക്. പശ്ചിമ കൊച്ചിയുടെ ഭാഗമായ ഇടക്കൊച്ചി പള്ളുരുത്തി മേഖല കലാ സാംസ്കാരിക രംഗത്ത് ശ്രദ്ധേയമായ സ്ഥാനം അലങ്കരിക്കുന്നു. ജാതിമത ചിന്തകൾക്കതീതമായി നാനാജാതി മതസ്ഥരും സൗഹാർദ്ദചിത്തരായി കഴിയുന്ന ഞങ്ങളുടെ ഈ പ്രദേശം ആലപ്പുഴ, എറണാകുളം ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടക്കൊച്ചി പാലം മുതൽ അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചിയുടെ സൗന്ദര്യമായി നിലകൊള്ളുന്നു. എന്നാൽ ഞങ്ങളുടെ ഈ പ്രദേശത്തെ വികസനങ്ങൾ വാഗ്ദാനങ്ങളിലൊതുക്കിയ പല ഭരണകർത്താക്കളും നടന്നുപോയി, അല്ലെങ്കിൽ ഇതൊന്നും അവർ ശ്രദ്ധിക്കാതെ കടന്നുപോയി. എന്നാൽ കഴിഞ്ഞ 4 വർഷക്കാലമായി ഞങ്ങളുടെ ഈ പ്രദേശം
വികസനങ്ങളുടെ പന്ഥാവിലേക്ക് നീങ്ങുകയായിരുന്നു. ഭരണകർത്താക്കൾ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഇടക്കൊച്ചി കണ്ണങ്ങാട്ട് പ്രദേശത്തെ ആശാകിരണത്തിന്റെ നറുവെളിച്ചത്തോടടുപ്പിക്കുന്ന ഐലൻഡ് കണ്ണങ്ങാട്ട് പാലം നിർമ്മാണം പൂർത്തിയാക്കലിന്റെ വക്കിലാണ്. എന്റെ നോട്ടത്തിൽ ഇത് ഞങ്ങളുടെ നാടിന്റെ ഒരു നേട്ടമാണ്. ജനസാന്ദ്രതയേറിയ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ആരോഗ്യ സംരക്ഷണ കേന്ദ്രമായ പള്ളുരുത്തി ഗവൺമെന്റ് ആശുപത്രി താലൂക്ക് ആശുപത്രിയായി വികസിപ്പിച്ചു. പ്രതിദിനം ഏകദേശം 400-നും 500-നുമിടയിൽ രോഗികൾ ചികിത്സയ്ക്കായി എത്തുന്ന ഈ ആശുപത്രി താലൂക്ക് ആശുപത്രിയായി വികസിപ്പിച്ചത് ശ്രദ്ധേയമായൊരു കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. ഇത് അത്യന്താധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ ലാബ്, നിർമ്മാണം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന എക്സ്റേ റൂം, 50-ലേറെ പേരെ കിടത്തി ചികിത്സിക്കാൻ സൗകര്യമുള്ള വാർഡുകൾ, 4 സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരുടെ നിയമനം സാധ്യമാക്കിയ പള്ളുരുത്തി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി എൻ്റെ നോട്ടത്തിൽ എൻ്റെ നാടിൻ്റെ നേട്ടം തന്നെയാണ്. പള്ളുരുത്തി മേഖലയിലെ ഏറ്റവും വലിയ ദുരിതമാണ് കച്ചേരിപ്പടി മുതൽ പഷ്ണിത്തോട് പാലം വരെയുള്ള ഗതാഗതക്കുരുക്ക്. എന്നാൽ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്തി റോഡ് വികസനത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്ഥലമെടുത്ത് റോഡിന് വീതി കൂട്ടി ഫുട്പാത്ത് വരെ നിർമ്മിച്ചു കഴിഞ്ഞു. ഈ കാണുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ മാറ്റി സ്ഥാപിച്ചു കഴിഞ്ഞാൽ കുമ്പളങ്ങി വഴി മുതൽ പഷ്ണിത്തോട് പാലം വരെയുള്ള ഗതാഗത തടസ്സം നീങ്ങി സുഗമമായ ഗതാഗത സംവിധാനത്തിന് വഴി തുറക്കും. ഇതും എൻ്റെ നോട്ടത്തിൽ ഞങ്ങളുടെ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. പള്ളുരുത്തി കച്ചേരിപ്പടിയിൽ നിർമ്മാണം പൂർത്തിയാകുന്ന കമ്മ്യൂണിറ്റി ഹാൾ, ആഘോഷങ്ങൾക്കും സൽക്കാരങ്ങൾക്കും വേദിയൊരുക്കുവാൻ ഈ പ്രദേശത്തിൻ്റെ അനുഗ്രഹമാണ് ഈ കമ്മ്യൂണിറ്റി ഹാൾ. എൻ്റെ നോട്ടത്തിൽ ഇതും എൻ്റെ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം തന്നെയാണ്. ഇത് അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഫിഷ് മാർക്കറ്റ് നിർമ്മാണം പൂർത്തീകരിച്ച് ഉടൻ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. ഇതും എൻ്റെ നാടിൻ്റെ നേട്ടമാണ്. ഇത് ഞങ്ങളുടെ ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ, സ്കൂളിലെ വികസന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. എൻ്റെ നോട്ടത്തിൽ ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു നേട്ടമാണ്. അങ്ങനെ കർമ്മശേഷിയുള്ള ഒരു ഭരണസാരഥ്യം ഞങ്ങൾക്ക് നേടിത്തന്ന ഞങ്ങളുടെ നാടിൻ്റെ നേട്ടം തന്നെയാണ് ഇവയൊക്കെയെന്ന് ഒറ്റ നോട്ടത്തിൽ പറയാൻ കഴിയും. ശ്രീ സോളമനും ഷാബുരാജും ചേർന്നൊരുക്കിയ ഒറ്റ നോട്ടത്തിൽ എൻ്റെ നാടിൻ്റെ നേട്ടം എന്ന ഹ്രസ്വചിത്രമാണ് നാം ഇപ്പോൾ ഇവിടെ കണ്ടത്. ഷാബുരാജ് ഒരു ലീനിയർ നറേറ്റീവ് മോഡിലുള്ള ഒരു ഡോക്യുമെന്ററിയാണ് നമുക്ക് മുന്നിൽ കാഴ്ചവെച്ചത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു വസ്തുത, എൻ്റെ പേഴ്സണൽ വ്യൂവിൽ നിന്നുകൊണ്ട് ഒരു പബ്ലിക് ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സ്റ്റൈലായിരുന്നു. ഈ ഒരു ഉദ്യമം എത്രത്തോളം വിജയിച്ചു എന്ന് നമുക്ക് ജൂറിയിൽ നിന്നും അറിയാം. ഓവർ ടു ദ ജഡ്ജസ്. ഹലോ സോളമൻ, ഷിബു, കുറച്ചും കൂടെ നല്ലൊരു അറ്റംപ്റ്റ് ആക്കാമായിരുന്നു ഇത്. ഈ നാടിൻ്റെ നേട്ടം നമുക്ക് ഒരൊറ്റ വ്യക്തിയെ മാത്രം ഉയർത്തിക്കാണിച്ച് വേണമെന്നില്ലായിരുന്നു, അല്ലെങ്കിൽ 1-2 പേരെ മാത്രം ഉയർത്തിക്കാണിച്ചാൽ ആണോ ഒരു നാടിൻ്റെ നേട്ടം പറയേണ്ടത്. കാരണം ഒരു വ്യക്തിയിൽ നിന്നായിരിക്കും ഒരു വികസന പദ്ധതി തുടങ്ങുക, പക്ഷേ അത് ഒരുപാട് പേരുടെ കൂടിച്ചേരലിലൂടെ ആ പദ്ധതി വളരെ സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സക്സസിൻ്റെ കഥയാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അതിനെ കുറച്ചും കൂടെ സമഗ്രമായി കാണാമായിരുന്നു, അവതരിപ്പിക്കാമായിരുന്നു. അത് ഞങ്ങളെ എല്ലാവരെയും നിരാശപ്പെടുത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇതൊരു സങ്കടമായി കരുതണ്ട. എല്ലാ ആദ്യത്തെ അറ്റംപ്റ്റും ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലെത്തണമെന്നില്ല. എനിവേസ്, ഓൾ ദി ബെസ്റ്റ്. സോളമനും ഷാബുരാജും ചേർന്നൊരുക്കിയ ഒറ്റ നോട്ടത്തിൽ എൻ്റെ നാടിൻ്റെ നേട്ടം എന്ന ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള ജഡ്ജസ് കമന്റ് ആണ് നാം ഇപ്പോൾ കേട്ടത്. ഷാബുരാജ്, ആ ഒരു ചോദ്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് സമയം കിട്ടാതെ പോയതുകൊണ്ടുള്ള വിഷയം. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ആ സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ ചെയ്യാനുള്ള സമയമില്ലായ്മ, അത് തന്നെയാണ് ആർട്ടിസ്റ്റിനെ കണ്ടെത്താനുള്ള പ്രശ്നം.
അതുകൊണ്ട് ഇത് പങ്കെടുക്കാനുള്ള താല്പര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയാക്കി തീർത്തത് ചെയ്യാൻ ശ്രമിച്ചത്. തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ടുള്ള നീക്കത്തിൽ അതിൻ്റെ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഞങ്ങളിൽ നിന്നുണ്ടാവും. ഇനിയും തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇതിലും മികച്ച പ്രോഡക്ട്സ് നമുക്ക് വേണ്ടി ഒരുക്കാൻ സാധിക്കട്ടെ. ഈ ഒരു നോട്ടത്തിലൂടെ താങ്കളുടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരുപാട് വാക്കുകൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. വികസനം ഒരു സ്വപ്നം തന്നെയാണ്. നോട്ടത്തിന്റെ ഈ വേദിയിലും പലരുടെയും സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത്. വീണ്ടും അടുത്ത ദിവസം 3 ചിത്രങ്ങളുമായി കണ്ടുമുട്ടുന്നതാണ്. നന്ദി, നമസ്കാരം.